നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഗോവയിലെ മർഗാവോ മാർക്കറ്റിലേക്ക് പോകുന്ന വഴിയാണ്. ഏകദേശം 565 കടകളുള്ള ഷോപ്പുകളുള്ള ഒരു വലിയ, ഗോവയിലെ തന്നെ ഒരു വലിയ മാർക്കറ്റാണ് മർഗാവോ എന്ന് പറയുന്ന സ്ഥലത്തെ മാർക്കറ്റ്. അപ്പം നമുക്ക് അവിടുത്തെ വിശേഷങ്ങളും അവിടുത്തെ കടകളിലെ കാര്യങ്ങളൊക്കെ നമുക്ക് മുഴുവനായിട്ടൊരു ലോങ് വീഡിയോ തന്നെയാണ്. അപ്പം സ്കിപ്പ് ചെയ്യാതെ തന്നെ ഈ വീഡിയോ കാണുക. ഇത് കണ്ടിട്ടില്ലാത്തവർ, ഇവിടെ വന്നിട്ടില്ലാത്തവർ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും അയച്ചു കൊടുക്കുക. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരുപാട് ഐറ്റംസ്, അതുപോലെ തന്നെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് പലഹാരങ്ങൾ, ഇറച്ചികൾ, അതുപോലെ ഒരുപാട് ഡ്രസ്സ്, ചെരുപ്പ്, ലേഡീസ് ഐറ്റംസ്, അങ്ങനെ മുഴുവൻ സാധനങ്ങളും, എല്ലാ സാധനങ്ങളും അവിടെയുണ്ട്. അതുകൊണ്ട് നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ ഞാൻ കാണുന്നതോടൊപ്പം തന്നെ നിങ്ങളെ കാണിക്കുകയും കൂടെയാണ്. അപ്പം തുടങ്ങാമല്ലേ? വാ. മഡ്ഗാവോ മാർക്കറ്റിലേക്ക് കയറുന്നതിന് തൊട്ട് മുമ്പായിട്ട് തന്നെ മാഡ്ഗൺ റെയിൽവേ സ്റ്റേഷന്റെ ഏറ്റവും പുറകു ഭാഗത്തായിട്ട് ഒരു ഡ്രൈ ഫ്രൂട്ട്സിന്റെ ഒരു കടയുണ്ടായിരുന്നു. SK ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് ചെറിയൊരു കടയാണെങ്കിലും ഒരുപാട് ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു. പലതരത്തിലുള്ള ഐറ്റംസ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. സ്വീറ്റ് ആൻഡ് സോൾട്ടി ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ആ ഒരു SK ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് പറയുന്ന ആ സ്ഥാപനത്തിലുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ കയറി, അവിടുന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു. പിന്നെ അവിടുന്ന് കണ്ടുകെട്ട് ഇറങ്ങി. അപ്പോൾ ആ കടയിലെ ആ കടയുടെ ഉടമസ്ഥൻ പറഞ്ഞു, ഇത് വീഡിയോ ആണോ, ചാനലുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ അവരുടെ നമ്പറും കൂടെ നമ്മുടെ തന്നിട്ടുണ്ടായിരുന്നു. അതും കൂടി ഒന്ന് കൊടുത്തേക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് വാട്സപ്പ് നമ്പറിൽ നിന്നും അതിൻ്റെ അതിട്ട് അയച്ചു കൊടുത്തേക്കണം എന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ വീഡിയോയ്ക്കൊപ്പം അവരുടെ SK ഡ്രൈ ഫ്രൂട്ട്സിന്റെ ആ ഒരു നമ്പറും കാര്യങ്ങളും കൂടെ ഇടുന്നുണ്ട്. ഗോവയിൽ പോകുന്ന ആരെങ്കിലും മാഡ്ഗൺ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, മാഡ്ഗൺ റെയിൽവേ സ്റ്റേഷന്റെ നേരെ പുറകു ഭാഗത്താണ്, അതായത് 5th പ്ലാറ്റ്ഫോമും കഴിഞ്ഞിട്ട് നേരെ കിടക്കുന്ന വഴിയുണ്ട്. ആ വഴിയാണ് മഡ്ഗാവോ മാർക്കറ്റിലേക്ക് പോകുന്നത്. ആ വഴിക്ക് തന്നെയാണ് SK ഡ്രൈ ഫ്രൂട്ട്സ് ഉള്ളത്. പിന്നെ നമ്മൾ അവിടുന്ന് ഒരു ബസ്സിലായിരുന്നു മഡ്ഗാവോ മാർക്കറ്റിലേക്ക് നമ്മൾ പോയത്. ബസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലത്തെ ബസ്സുകൾ, എൻ്റെ പ്രായത്തോളം വരുന്ന ഒരു ബസ്സുകളാണ് അവിടെ ഉള്ളത് മുഴുവൻ. അതായത് തമിഴ്നാട്ടിലെയൊക്കെ പോലെ തന്നെ തമിഴ്നാട്ടിൽ ഇതുപോലത്തെ പഴയ ബസ്സുകളാണ് ഉള്ളത്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ബസ്സിലൊക്കെ കയറി കഴിഞ്ഞാൽ ടിക്കറ്റ് ഒന്നും തരത്തില്ല. അതുപോലെ തന്നെ വണ്ടി നമ്മൾ കൊണ്ടുവന്ന ബൈക്കൊക്കെ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പാർക്കിംഗ് ഫീ ആയിട്ട് ടിക്കറ്റ് ഒന്നും തരത്തില്ല. അവർ നമ്മൾ ഫീ കൊടുത്താൽ മതി, പൈസ കൊടുക്കുക, ടിക്കറ്റ് നമുക്ക് തരത്തില്ല. അവിടുത്തെ ഏത് ബസ്സൊക്കെ കയറി കഴിഞ്ഞാലും അവിടെ ടിക്കറ്റ് നമ്മുടെ കൈ തരത്തില്ല. നമ്മുടെ നാട്ടിലാണ് ടിക്കറ്റ് ഉണ്ട്. അങ്ങനെ നമ്മൾ മഡ്ഗാവോ മാർക്കറ്റിന്റെ കവാടത്തിന് മുന്നിലെത്തി. ഏകദേശം 12ഓളം കവാടങ്ങൾ ഇങ്ങനെ ഈ മാർക്കറ്റിന് ചുറ്റുമുണ്ട്. മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ചെറിയൊരു മാർക്കറ്റ് അല്ല, 565 കടകളുള്ള ചെറിയ കടകളുള്ള ഒരു വലിയ മാർക്കറ്റാണ് അത്. ഏറ്റവും കൂടുതൽ ചെരുപ്പിന്റെ കടകളാണ് അവിടെയുള്ളത്. നമ്മൾ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ ആദ്യം കണ്ട ഒരു കാഴ്ച എന്ന് പറയുന്നത്, ഇത്തരത്തിൽ കുറെ സാധനങ്ങൾ ഇങ്ങനെ തൂക്കിയിട്ടേക്കാം. നമുക്ക് ആദ്യം മനസ്സിലായില്ല. ഞാൻ ആദ്യം വിചാരിച്ചത് എന്തോ ഫ്രൂട്ട്സ് ആയിരിക്കും നോക്കിയത്. പിന്നെ ഭയങ്കര മണം വന്നു, ഭയങ്കര സ്മെല്ലായിരുന്നു. അപ്പം നമ്മൾ അടിച്ച് നോക്കുമ്പോൾ ഇറച്ചിയുണ്ട്. ഇത് എന്തിന്റെ ഇറച്ചിയാന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു അത് പന്നിയുടെ ഇറച്ചിയാണെന്ന് പറഞ്ഞു. പന്നിയുടെ സോസേജ് ആണ്. പന്നിയുടെ സോസേജ് ഇങ്ങനെ ഉണ്ടാക്കിയവർ വിറ്റുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ചോദിച്ചപ്പോൾ അവർ വിചാരിച്ചു ഇത് വാങ്ങിക്കാൻ വേണ്ടിയാണ് വന്നെന്ന് വിചാരിച്ചു. നമ്മളോട് ഒരു വില പേശി, പ്രായമുള്ള സ്ത്രീകളൊക്കെയാണ് ആ കടകളിലൊക്കെ നിൽക്കുന്നത്. അവരുടെ കടകളൊക്കെ തന്നെയാണത്. നമ്മളോട് അവർ വില പേശി എത്ര രൂപയ്ക്ക് നിങ്ങൾ എടുക്കും, നമ്മൾ പറയുന്ന റേറ്റ്, അവർ പറയുന്ന റേറ്റിൽ നമ്മൾ വാങ്ങിക്കത്തില്ല. അപ്പം അത്രയും ഇല്ലെന്ന് പറയുമ്പോൾ നിങ്ങൾ റേറ്റ് പറയാൻ പറയും. എന്നിട്ട് നമ്മൾ പറയുന്നതിനെക്കാട്ടിൽ 50 രൂപ കൂടുതൽ അവർ വെക്കും. അങ്ങനെ അവരുടെ ഒരു രീതി. അങ്ങനെ നമുക്ക് സംഭവത്തിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് നമ്മൾ ഈ സോസേജ് വാങ്ങിച്ചില്ല. പക്ഷെങ്കിൽ അത് അവരോട് പറഞ്ഞ് മനസ്സിലാക്കാൻ നമുക്ക് അറിയത്തില്ലായിരുന്നു. ഹിന്ദി നമുക്ക് അത്രയും ഫ്ലുവൻ്റ് അല്ലായിരുന്നു, നമുക്ക് പറയാൻ അറിയത്തില്ലാത്തതുകൊണ്ട് നമ്മൾ പിന്നെ അവിടുന്ന് അടുത്ത കടയിലേക്ക് പോയി. എങ്കിലും അവർ നമ്മളെ വിളിക്കുന്നുണ്ടായിരുന്നു. അവർ നമ്മളോട് ചോദിച്ചു നിങ്ങൾ എത്ര രൂപ ആക്കിയാണ്. അവർ പറയുന്ന കുറേയൊക്കെ നമുക്ക് മനസ്സിലാകുന്നു. എത്ര രൂപ നിങ്ങൾ തരും എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സംഭവം കണ്ടതായതുകൊണ്ട് അതിന്റെ വീഡിയോ ഒക്കെ നമ്മൾ എടുത്തിട്ട് വീണ്ടും നമ്മൾ അടുത്ത കടയിലേക്ക് നമ്മൾ മാറി. അടുത്ത് ചെന്നപ്പോഴത്തേനും ഉണക്കമീൻ്റെ പലതരത്തിലുള്ള ഉണക്കമീനും അച്ചാറും മറ്റേ പൊടികൾ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ വിൽക്കുന്ന ചെറിയ കടകളായിരുന്നു. അവിടെയും നമ്മൾ കയറി. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ മുന്നോട്ട് അങ്ങനെ നടന്നു പോയി. അവിടെ പിന്നെ ഈ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുടകളും ഒക്കെ, ബാഗ്, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വിൽക്കുന്ന കടകളാണ് ഉള്ളത്. പിന്നെ ഫ്രൂട്ട്സിന്റെ കുറച്ച് മാങ്ങാപ്പഴം വിൽക്കുന്ന ചെറിയൊരു കട കണ്ടു. അധികം ഫ്രൂട്ട്സിന്റെ കടകളൊന്നും തന്നെ കണ്ടില്ല. കാരണം നമ്മൾ ചെന്നപ്പോൾ തന്നെ താമസിച്ചു പോയിരുന്നു. നമ്മൾ 4 മണിക്കാണ്, 4 മണി 4:30 തൊട്ടാണ് ഫുള്ള് കടകളും തുറക്കുന്നത്. നമ്മൾ ഒരു ഉച്ചയായപ്പോഴത്തേനാണ് ചെന്നത്. അപ്പോൾ തന്നെ ഈ കടകളൊന്നും തന്നെ അവിടെ ഇല്ലായിരുന്നു. കുറേ കടകൾ അടച്ചിട്ടിരുന്നു. അങ്ങനെ ചെന്ന് നമ്മൾ കുറേ കുടകളും ബാഗുകളും ഇതുപോലെ തന്നെ ഇറച്ചിയും പിന്നെ കുട്ടികളുടെ ഐറ്റംസും ലേഡീസ് ഐറ്റംസും അങ്ങനെ ഒത്തിരി സാധനങ്ങൾ വിൽക്കുന്ന കടകളൊക്കെ കണ്ടു. നമ്മൾ അവിടേക്ക് കയറി ഇറങ്ങി നമ്മൾ പോന്നു. പക്ഷെങ്കിൽ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഈ ഒരു മാർക്കറ്റ് പോകണം, അത് കാണുകയും ചെയ്യണം. എന്നിട്ട് പോലും നമ്മൾ ഇത് മുഴുവനായിട്ട് കാണാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞില്ല. കാര്യം മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുപോലെ തന്നെ ഇത്രയും വലിയൊരു മാർക്കറ്റാണ്, 565 കടകളുള്ളൊരു മാർക്കറ്റ്. അത് കണ്ടു തീർക്കാൻ തന്നെ മണിക്കൂറുകളോളം, ചിലപ്പോൾ 2 ദിവസത്തോളം മൊത്തം വേണ്ടി വരുമായിരിക്കും. അത്രയും കടകൾ കണ്ടു തീർക്കണമെങ്കിൽ.
അത് ഓരോ വഴിയും കയറി ചെല്ലുമ്പോഴത്തേനും ഓരോ കടയുടെ സൈഡിൽ കൂടെയും ഓരോ വഴികൾ ഇങ്ങനെ കിടക്കുകയാണ്. അതിലെല്ലാം കയറി ഇറങ്ങി അങ്ങ് കണ്ടാൽ മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ. നമ്മൾ ഒരു സൈഡിൽ കൂടെ കയറി ഇങ്ങനെ പോകുമ്പോൾ അടുത്ത കവാടത്തിലെത്തും. ആ കവാടത്തിലെത്തി നമ്മൾ വെളിയിലേക്ക് ഇറങ്ങി പോയി കഴിഞ്ഞാൽ മാർക്കറ്റിന് വെളിയിലേക്ക് പോകും. വീണ്ടും അകത്തോട്ട് അടുത്ത വഴി കൂടെ. അങ്ങനെ ഓരോ ഇടവഴി കയറി ഇങ്ങനെ പോകണം. തുണിക്കൊന്നും അധികം വിലക്കുറവൊന്നുമില്ല കേട്ടോ. ബാക്കിയുള്ള സ്ഥലങ്ങളിലെ പോലെ നമ്മുടെ നാട്ടിലെ പോലൊക്കെ തന്നെയാണ് വിലയും. ഒരല്പം കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ ചെരുപ്പിന് കുറച്ച് വിലക്കുറവുണ്ടായിരുന്നു നാട്ടിലെ അപേക്ഷിച്ച്. ക്രോക്സിനൊക്കെ നാട്ടിൽ 800 രൂപയാണെങ്കിൽ ഇവിടെ 350-400 രൂപയ്ക്കൊക്കെ ക്രോക്സ് ഒക്കെ ലഭിക്കും. ഏറ്റവും കൂടുതലുള്ള ചെരുപ്പിന്റെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രീതിയിലുള്ള അടിപൊളി കളക്ഷൻസ് ഒരുപാടുണ്ടായിരുന്നു. ഒരുപാട് കളക്ഷൻസ് ആണ് അവിടെയുള്ള പല ഡിസൈനുകളും ഒക്കെയുള്ള ഒരുപാട് ചെരുപ്പുകളാണ് ഞാൻ അവിടെ കണ്ടത്. എനിക്കവിടെ ഏറ്റവും കൂടുതൽ കളക്ഷൻസ് തോന്നിയതും കണ്ടതും ചെരുപ്പിന്റെ കടകളിലാണ്. ഒരുപാട് ചെരുപ്പിന്റെ കടകളാണ് ഉള്ളത്. ചെരുപ്പിന്റെയും ഡ്രസ്സിന്റെയും കടകളാണ് ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് ഉള്ളത്. പിന്നെ ബാഗിന്റെ കടകളുണ്ടായിരുന്നു. പിന്നെ ഫുഡിന്റെ കടകൾ, ഡ്രൈ ഫ്രൂട്ട്സ്, അങ്ങനെ പലതരം പലഹാരങ്ങൾ, മധുരമുള്ളത്, മധുരമില്ലാത്തത്, എരിവുള്ളത്, പുളിയുള്ളത്, അങ്ങനെ ഒരുപാട് കടകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം നമ്മളിങ്ങനെ കയറി ഇറങ്ങി കണ്ടു. അലങ്കാര വസ്തുക്കളൊക്കെയുള്ള കടകളുണ്ട്. അവിടെ ഒരുമാതിരി വിലക്കുറവായിരുന്നു കേട്ടോ. നമ്മൾ പ്ലേറ്റുകൾ അങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ നാട്ടിലെക്കാട്ടിലും കുറെ വിലക്കുറവുണ്ടായിരുന്നു അവിടെ. അതുകൊണ്ട് കുറച്ച് ശകലം പ്ലേറ്റും കാര്യങ്ങളൊക്കെ വാങ്ങി. ഓരോ ഇടവഴി മുഴുവനും വഴികളാണ്. ഓരോ വഴി, ഈ ഇടവഴി ഇങ്ങനെ രണ്ട് സൈഡിലും ഫുൾ കടകളാണ്. നടന്നങ്ങ് മുന്നോട്ട് പൊക്കോണ്ടിരിക്കണം. നമുക്ക് ഈ വഴിയുടെയൊക്കെ ഒരു സൈഡ് അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ഒരു അറ്റം എവിടെയാണെന്ന് പോലും അറിയാൻ പറ്റില്ല. അതുപോലെ നിരത്തി കടകൾ, 565 കടകളാണ് ഇവിടെ ഉള്ളത്. ഒരുപാട് കളക്ഷൻസ് ആണ് ഉള്ളത് കേട്ടോ. ഇവിടെ എല്ലാ സാധനത്തിനും ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഡ്രസ്സിനാണെങ്കിലും ശരി, ആൻറ്റിക് ഐറ്റംസിനാണെങ്കിലും ശരി, പാത്രത്തിനാണെങ്കിലും ശരി, അതുപോലെ എല്ലാ സാധനങ്ങൾക്കും നമ്മുടെയൊക്കെ നാട്ടിലെക്കാട്ടിലും ഭയങ്കരമായ രീതിയിൽ കളക്ഷൻസ് ഉണ്ട്. ഈ സാധനങ്ങളൊക്കെ നമുക്ക് നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ളൊരു സാഹചര്യമൊക്കെ ഉണ്ടെങ്കിൽ, ട്രെയിനിലൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പൊട്ടിപ്പോകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അങ്ങനെ പൊട്ടാതൊക്കെ കൊണ്ടുവരാൻ പറ്റുവാണെങ്കിൽ അടിപൊളിയാണ്. ഇവിടെ നല്ല കളക്ഷൻസ് ഉണ്ട്. നാട്ടിലെക്കാട്ടിലും ഒക്കെ ഭയങ്കര കളക്ഷനാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഏറ്റവും കൂടുതൽ കണ്ടത് കൊക്കം എന്ന് പറയുന്ന ഒരു ഫ്രൂട്ട് ഉണ്ട്. ആ ഫ്രൂട്ടിൻ്റെ പലതരത്തിലുള്ള അതിൻ്റെ വിഭവങ്ങളാണ് ഉള്ളത്. അതിൻ്റെ ഡ്രൈ ഫ്രൂട്ട്സ്, അതിൻ്റെ സിറപ്പ്, അങ്ങനെ അതിനോടനുബന്ധിച്ച് ഉണ്ടാക്കുന്ന മറ്റ് പല വിഭവങ്ങൾ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ, പിന്നെ പലതരത്തിലുള്ള കേക്കുകൾ, ഹലുവകൾ, അതിൻ്റെ ഒത്തിരി ഐറ്റംസാണ് ഇവിടെ ഉള്ളത്. നമ്മുടെ നാട്ടിലെക്കാട്ടിലും ഒരുപാട് സാധനങ്ങളാണ് ഈ ഒരു മാർക്കറ്റിനുള്ളിൽ ഉള്ളത്. ഫുഡ് തന്നെയാണ് പല രീതിയിലുള്ള ഫുഡാണ് ഇവിടെ ഉള്ളത്. മൊത്തം സ്വീറ്റായിട്ട് ഭയങ്കര മധുരമുള്ള സാധനങ്ങൾ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഏറ്റവും കൂടുതലുള്ള മധുരമുള്ള ഐറ്റംസും പിന്നെ എരിവുള്ള ഐറ്റംസുമാണ് ഇവർക്ക് ഏറ്റവും കൂടുതലായിട്ട് ഇവിടെ ഉള്ളത്. എല്ലാം നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. നല്ല ടോപ്പ് ക്വാളിറ്റിയുള്ള ഫുഡുകളാണ് ഇവിടെ കൊടുക്കുന്നത് മുഴുവനും. ചെരുപ്പിൻ്റെ കടകളാണ് ഞാൻ ഇവിടെ ഏറ്റവും കൂടുതൽ കണ്ടത്. അതും ഓരോ കടകളിൽ 100 കണക്കിന് ചെരുപ്പുകളാണ് ഉള്ളത്. ഇത്രയേറെ ചെരുപ്പിൻ്റെ കളക്ഷൻ ഉള്ള ഒരു മാർക്കറ്റ് എൻ്റെ ജീവിതത്തിൽ തന്നെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ ചെരുപ്പാണ് ഉള്ളത്. അതോ
എന്ത് കളക്ഷനാണ്! അയ്യോ, അത് മൊത്തം വാങ്ങിക്കാൻ ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോകും. അതുപോലെ ലേഡീസിനാണെങ്കിലും ശരി, ജെൻസിനാണെങ്കിലും ശരി, ഒരുപാട് കളക്ഷൻസ് ആണ് ചെരുപ്പിന് ഇവിടെ ഉള്ളത്. അടിപൊളി കളക്ഷൻസ് ആണ് എല്ലാം, പല മോഡലുകളാണ്. റേറ്റും ഏകദേശം എല്ലാം ഒരുപോലെ 500-600 ഒക്കെയാണ് ചെരുപ്പിൻ്റെയൊക്കെ റേറ്റ്. മാർക്കറ്റിന്റെ ഒരു കവാടം വഴി നമ്മൾ പുറത്തിറങ്ങിയില്ല, ആ റോഡിൽ കൂടെ ഇങ്ങനെ നടക്കുകയാണ്. അത് ഭയങ്കര രസമാണ് അവിടെ കാണാൻ. അവിടെ പലതരത്തിലുള്ള വലുതും ചെറുതുമായിട്ടുള്ള ഒരുപാട് കടകളാണ് ഉള്ളത്. ഭയങ്കര ക്രൗഡാണ്, എപ്പോഴും ഭയങ്കര തിരക്കാണ്. നമ്മൾ ചെന്ന സമയം ചെറുതായിട്ടൊന്നും മാറിപ്പോയതുകൊണ്ട് മാത്രമാണ് ഇത്രയും തിരക്കിൽ നിന്നൊന്നും ഒഴിവായി കിട്ടിയത്. മാർക്കറ്റിനകത്തും ചെരുപ്പ് കടയാണ്, പുറത്തും ചെരുപ്പ് കടയാണ്. ഇവിടെ ചെരുപ്പാണെന്ന് തോന്നുന്നു, ഡ്രസ്സിനെക്കാട്ടിലും കൂടുതൽ ചെരുപ്പാണ്. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, നോർത്തിൽ പോയി സൗത്തിലും പോയി, രണ്ട് സ്ഥലങ്ങളിലും പോയി. സൗത്തില് നമ്മുടെ കേരളത്തിലെ പോലെയാണ് ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ഡ്രസ്സ് ധരിക്കുന്നത്. കേരളത്തിലെ ആ ഒരു രീതിക്ക് നല്ല രീതിക്കാണ് ഡ്രസ്സ് ധരിക്കുന്നത്. അതേസമയം സൗത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ആണ്. സ്ത്രീകൾക്ക് ഡ്രസ്സ് കുറവ് ഡ്രസ്സ് ധരിച്ചിട്ടാണ് പോകുന്നത്. മറ്റൊരു രീതിയിൽ ആരും വിചാരിക്കരുത്, ഞാൻ ജസ്റ്റ് ഫണ്ണായിട്ട് എല്ലാവർക്കും പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു വ്യത്യാസവും ഇവിടെ ഉണ്ട്. വീണ്ടും നമ്മൾ അടുത്തൊരു കവാടം വഴി അകത്തേക്ക്, മാർക്കറ്റിന്റെ മറ്റൊരു ഓപ്പണിംഗ് വഴി അകത്തേക്ക് കയറി. അവിടെയും ഇതുപോലെ തന്നെ നമ്മൾ കണ്ട പോലത്തെ തന്നെ കടകളാണ് ഏറ്റവും കൂടുതലായിട്ട് ഉള്ളത്. എല്ലാം വളരെ ചെറിയ ചെറിയ കടകളാണ്, പെട്ടിക്കട പോലെ കടകൾ. പിന്നെ കൂടാതെ ശകലം ചെറിയ ഗ്യാപ്പ് കിട്ടി കഴിഞ്ഞാൽ അവിടെ ഇരുന്നുകൊണ്ട് പ്രായമായ സ്ത്രീകളൊക്കെ ചെറിയ രീതിയിൽ ഫ്രൂട്ട്സ് ഒക്കെ വിൽക്കുന്നുണ്ട്, മാല വിൽക്കുന്നുണ്ട്. അങ്ങനെ ഓരോ ചെറിയ രീതിയിലുള്ള കുഞ്ഞു കുഞ്ഞു കടകളും ഈ ഏരിയയിലൊക്കെ കുറച്ച് മാല കച്ചവടക്കാരും ഉണ്ട്. കാരണം തൊട്ട് അടുത്തായിട്ട് ഒരു അമ്പലമുണ്ട്. ആ അമ്പലത്തിലെ ഓരോ ആചാരങ്ങൾക്ക് വേണ്ടിയിട്ട് അവര് മാല ഈ ഏരിയയിലുള്ള കുറച്ച് കടകളിലൊക്കെ ഇതുപോലെ മാലകൾ ഉണ്ടാക്കി വിൽക്കുന്ന കടകളൊക്കെയാണ് ഉള്ളത്. ഇത് കൊക്കമാണ് കേട്ടോ, ഞാനത് കൊക്കം ഫ്രൂട്ടിന്റെ ഡ്രൈ ഫ്രൂട്ടാണ്. അതിന്റെ വാട്ടർ അച്ചാറാണ്, വെള്ളത്തിലിട്ടുകൊണ്ടുള്ള അച്ചാറ്. അതായത് ഉപ്പിലിടത്തില്ല, നമ്മൾ മാങ്ങ ഉപ്പിലിടത്തില്ല, അതുപോലെ കൊക്കത്തിന്റെ ഡ്രൈ ഫ്രൂട്ട്സ് ആണിത്. അതിന്റെ ടേസ്റ്റ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, എങ്കിലും ഞാൻ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നടന്നാലും തീരാത്തത്ര കടകളാണ്. നമുക്ക് ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് വഴി തെറ്റിപ്പോകാതിരിക്കാൻ എല്ലാ സൈഡിലും ഓരോ എൻട്രൻസ് അവർ വെച്ചിട്ടുണ്ട്. അതൊരു വളരെ ഒരു ഉപകാരമായി. അല്ലെങ്കിൽ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ പെട്ടുപോകത്തേ കാരണം ഇത്രയും അധികം കടകൾ, 565 കടകളുണ്ട്. അപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു 100 കട കയറണേ നമ്മൾ എന്ത് ബുദ്ധിമുട്ട്. അപ്പം 565 കടകളുള്ള ഒരു മാർക്കറ്റിനകത്ത് പല ഓപ്പണിങ് കവാടങ്ങൾ വെച്ചില്ലായിരുന്നെങ്കിൽ അതിനകത്ത് കയറി പെട്ടുപോകത്തുണ്ടായിരുന്നു. ഇതിപ്പോൾ ഇതിലെ വേണമെങ്കിൽ ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ ഈ മാർക്കറ്റിന്റെ വെളിയിലേക്ക് ഇറങ്ങി ചെല്ലുവാനോ അവിടെ നിന്ന് അകത്തോട്ട് കയറി വരുവാനോ സാധിക്കും. അത് തന്നെ വലിയൊരു ഉപകാരമാണ്. അല്ലെന്നുണ്ടെങ്കിൽ ശരിക്കും പെട്ടുപോകത്തുള്ളൂ. ഇതിനകത്ത് കയറി തിരിച്ചിറങ്ങി പോകാൻ വഴി അറിയത്തില്ല എന്നുണ്ടെങ്കിൽ അതിനകത്ത് പെട്ടുപോകത്തേ ഉള്ളൂ നമ്മൾ.
അങ്ങനെ നമ്മൾ വീണ്ടും അടുത്തൊരു കവാടത്തിൽ കൂടി വെളിയിലേക്ക് വന്നു. അപ്പം വെളിയിലേക്ക് വന്നു കഴിഞ്ഞപ്പം അതിൻ്റെ ഒരു സൈഡിൽ നിരത്തി തയ്ക്കുന്ന ആളുകൾ ഇരിക്കുന്ന ഒരു സ്ഥലം കണ്ടപ്പോൾ അത് ഈ പടുത തയ്ക്കുക, നമ്മുടെയൊക്കെ നാട്ടിലെ നീല പടുതകളും ചുവപ്പ് പടുതകളും പച്ചപ്പടുതകളും ഒക്കെ അത്ര പടുത തയ്ക്കുന്നതും ആ പടുത ഉപയോഗിച്ചുകൊണ്ട് മഴക്കോട്ടുകൾ ഒക്കെ തയ്ക്കുന്ന ഒരു കടയും അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ ആളുകൾ ഇരിക്കുന്ന സ്ഥലമായിരുന്നു അവിടെ. പിന്നെ അതിൻ്റെ അപ്പുറം രണ്ട് സൈഡിൽ രണ്ട് വശങ്ങളിലായിട്ട് വലിയ കടകൾ, വീണ്ടും നല്ല വലിയ തുണിക്കടകളും ചെറിയ തുണിക്കടകളും അങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങളുള്ള ഒരുപാട് കടകളും ഒക്കെ നമ്മൾ കണ്ടു. ഇതുവഴി നടന്ന് നമ്മൾ അങ്ങ് കുറേ ദൂരം പോയി. നമുക്ക് കിടക്കുന്ന വഴി തെറ്റിപ്പോയി. അവിടെയുള്ള ഹിന്ദിക്കാരുടെ കുറച്ച് ഓട്ടോ ഉള്ള കിടക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് അവിടെ ചെന്ന് അവരോട് വഴി ചോദിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അവർ ടാക്സി വേണമെന്ന് ചോദിച്ചു. ടാക്സി വേണ്ടെന്ന് പറഞ്ഞു. ആ കലിപ്പിൽ അവർ നമ്മളെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചു. അപ്പം നമ്മളൊരു 1.5 കിലോമീറ്ററോളം നമ്മൾ നടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അപ്പം അതൊക്കെയും ചെറിയൊരു മടുപ്പായി പോയി നമുക്ക്. അങ്ങനെ നമ്മൾ മഡ്ഗാവോ മാർക്കറ്റിന് വെളിയിലേക്ക് നമ്മൾ നടന്നു വന്നു. കുറച്ച് കൂടുതൽ നടക്കേണ്ടി വന്നു. ചെറിയൊരു പണി കിട്ടിയത് കൊണ്ട് കുറച്ച് കൂടുതൽ നടക്കേണ്ടി വന്നു. എങ്കിൽ പോലും നമ്മൾ വെളിയിലേക്ക് വന്നിട്ട് നമ്മൾ ഫ്രണ്ടിലേക്ക് നടന്നു പോവുകയാണ്. കാണുന്നത് മറ്റൊരു എൻട്രിയാണ്, മറ്റൊരു കവാടമാണ് മാർക്കറ്റിൻ്റെ. അപ്പം നമ്മൾ അതിലേക്ക് കയറാതെ വീണ്ടും തിരിച്ച് വന്നു. ഫുള്ള് നമ്മൾ കണ്ടില്ല കേട്ടോ. 565 കടകളുള്ളതുകൊണ്ട് തന്നെ നമുക്ക് മുഴുവൻ കണ്ടു തീർക്കാനുള്ള സമയമില്ലായിരുന്നു. അപ്പോൾ ഏകദേശം കുറച്ചൊക്കെ കണ്ടു. നമ്മൾ അവിടുത്തെ വീഡിയോകളൊക്കെ എടുത്തിട്ട് നമ്മൾ വീണ്ടും വെളിയിലേക്ക് ഇറങ്ങി നടന്ന് വന്നു. അപ്പം നമ്മളങ്ങനെ നടന്ന് ഫ്രണ്ടിലേക്ക് പോന്നു വരുന്ന വഴിക്ക് ഒരു 2 ജ്യൂസൊക്കെ വാങ്ങിച്ച് കുടിച്ചു. അങ്ങനെ നമ്മൾ തിരിച്ച് നമുക്ക് പോരുവാനുള്ള വഴിയൊക്കെയും ആളുകളോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കി നമ്മൾ അവിടുന്ന് റെയിൽവേ സ്റ്റേഷൻ വരെ നടക്കുമായിരുന്നു. നടന്ന് മടുത്തു. കറക്റ്റ് വഴി നമുക്ക് അവർ പറഞ്ഞു തരാത്തത് കൊണ്ട് ബസ് വരുന്ന ആ ഒരു ഏരിയയിലല്ലായിരുന്നു, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിരുന്നു നമ്മൾ ചെന്ന്. അപ്പോൾ അവിടെ നിന്ന് ചോദിച്ചവരോടൊക്കെ ചോദിച്ചു. അവർ 10 മിനിറ്റ് നടന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ 10 മിനിറ്റ് അല്ലേ എന്ന് കരുതി നടന്നു. 10 മിനിറ്റിന് പോയിട്ട് 1/4 മണിക്കൂറോളം നടക്കേണ്ടി വന്നു. അത്രയും ദൂരം നമ്മൾ കൂടുതൽ നടക്കേണ്ടി വന്നു. ഇത് മാർക്കറ്റിൻ്റെ മറ്റൊരു വശമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളെ വീണ്ടും അടുത്ത ഒരു കവാടം, മാർക്കറ്റിലേക്ക് കയറുന്നതിന് വേണ്ടിയുള്ള മറ്റൊരു കവാടമാണ് ഈ കാണുന്നത്. ഇതിലേ നമുക്കകത്തേക്ക് കയറാം. വലിയൊരു മാർക്കറ്റ് ആയതുകൊണ്ട് ഇതിൻ്റെ ചുറ്റിനും ഇവിടെ ഈ എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെ 10-12ഓളം കവാടങ്ങളുണ്ട് മാർക്കറ്റിലേക്ക് കയറുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ നടന്ന് വെളിയിൽ വന്നു. ആ കാണുന്ന വലിയ കെട്ടിടം അവിടുത്തെ മുനിസിപ്പാലിറ്റിയുടെ കെട്ടിടമാണ്. ഇത്രയും വലിയ, നമ്മളാദ്യം ഇതെന്താണ് നമ്മൾ വിചാരിച്ചത്, നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല മുനിസിപ്പാലിറ്റിയുടെ കെട്ടിടമാണെന്ന്. പക്ഷേ നമ്മൾ അന്വേഷിച്ചപ്പോൾ മുനിസിപ്പാലിറ്റിയുടെ കെട്ടിടമാണെന്ന് മനസ്സിലായി. അങ്ങനെ മഡ്ഗാവോ മാർക്കറ്റിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. ഗോവയിലെ മറ്റൊരു വീഡിയോയും വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. താങ്ക്